Hi, welcome back. And this is part 6 of section B. Part 1A, section B, part 6. ഈ പാർട്ട് 6 നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് ഓം മീറ്റേഴ്സ്. നമ്മുടെ അടുത്ത ടോപ്പിക് നമുക്ക് സിലബസ് അനുസരിച്ച് ഓം മീറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് വാട്ട് ഇസ് എ മീനിങ് ഓഫ് എൻ ഓം മീറ്റർ എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഓം മീറ്റർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് again used to measure electrical resistance. ഇത് ഡയറക്ട്ലി ഓംസിൽ തന്നെയാണ് നമ്മൾ ആ ഒരു എന്താ പറയേണ്ടത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഡയറക്ട്ലി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓം മീറ്ററിന് സാധാരണയായിട്ട് ഒരു മൂവിങ് കോയിൽ മീറ്റർ ആണ് ഓം മീറ്റർ, അല്ലെങ്കിൽ അതാണ് അതിനകത്ത് ഉള്ളത്. അത് കൂടാതെ അതിനൊരു ഇന്റേണൽ ബാറ്ററി ഉണ്ട്, ഒരു ആൻഡ് സൂട്ടബിൾ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സും അതിനകത്ത് വരുന്നു. അപ്പൊ ഈ പാർട്സ് ആണ് ശരിക്കും ഈ ഒരു റെസിസ്റ്റൻസിനെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഓം മീറ്റേഴ്സിന് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആ റെസിസ്റ്റൻസ് ഡയറക്ട്ലി ഓംസിൽ തന്നെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിലാണ് അതിന്റെ ആ ഒരു മെഷർമെന്റ് നടക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു ഇന്റേണൽ ബാറ്ററി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ് അല്ലെ. ഒരു അമ്മീറ്ററോ വോൾട്ട് മീറ്ററോ നമ്മൾ പോലെ അല്ല ഓം മീറ്റർ പ്രവർത്തിക്കുന്നത്. ഓം മീറ്ററിന് അതിന്റെ സ്വന്തം സോഴ്സ് ഓഫ് സപ്ലൈ അതിനുണ്ട്, കറണ്ടിന്റെ ആ ഒരു സപ്ലൈ. അപ്പോൾ ആ ഒരു സോഴ്സ് ആണ് അതിന്റെ ഇന്റേണൽ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് നമുക്കൊരു ഇന്റേണൽ ബാറ്ററി ആവശ്യമായിട്ട് വരുന്നത്? അതിന്റെ കാരണം ആ ഒരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ കറണ്ട് മസ്റ്റ് ബി പാസ് ത്രൂ ദ അൺനോൺ റെസിസ്റ്റൻസ്. ആ ഒരു അൺനോൺ റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന് അതിൻ്റെതായ ഒരു ഇന്റേണൽ സോഴ്സ് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്റേണൽ ബാറ്ററിയാണ് ഇതിന് ആവശ്യമായ ആ ഒരു സപ്ലൈ, ആ ഒരു റെസിസ്റ്റൻസ് മെഷർമെന്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇന്റേണൽ ബാറ്ററിയാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ? അത് തന്നെയാണ് ഓംസ് ലോ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോ ഈ ഒരു ഓം മീറ്ററിന്റെ വർക്കിംഗ് ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ഓംസ് ലോ. ഓംസ് ലോയുടെ ഇക്വേഷൻ ഇതാണ്, V ഈക്വൽസ് I ഇൻറ്റു R, സ്ക്രീനിൽ കാണുന്നത് പോലെ. അപ്പോൾ V ആണ് ഇവിടുത്തെ ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്, ആൻഡ് I ആണ് ആ ഒരു കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ആൻഡ് R ആണ് അതിന്റെ ആ ഒരു റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓംസ് ലോ എന്താണ് ഇവിടെ ചെയ്യുന്നത്? വോൾട്ടേജിനെയും കറണ്ടിനെയും റെസിസ്റ്റൻസിനെയും കൂടെ കണക്ട് ചെയ്യുകയാണ് ഒരു ഓം മീറ്റർ ബേസിക്കലി ചെയ്യുന്നത്. ആൻഡ് ഓം മീറ്ററിന്റെ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റൻസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും അവിടെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആ സർക്യൂട്ടിനകത്ത് ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ടിൽ ഒരു ഫിക്സ്ഡ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ദ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ലോ ആണെങ്കിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും, ആൻഡ് റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിലോ കുറച്ച് കറണ്ട് മാത്രമായിരിക്കും അവിടെ ഫ്ലോ ചെയ്യുക. അപ്പൊ ഈ കറണ്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ മീറ്ററിന് ആ റെസിസ്റ്റൻസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഓം മീറ്ററിന്റെ സ്കെയിൽസ് ആണ്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ മീറ്ററിന്റെ മൂവ്മെന്റ് ആക്ച്വലി അതെന്താണ് ചെയ്യുന്നത്? ആ കറണ്ടിന് റെസ്പോണ്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോ ആ ഒരു സ്കെയിലിനകത്ത് നമുക്ക് ഡയറക്ട്ലി അതിന്റെ മാർക്കിംഗ് ഓംസിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു ഒബ്സർവർ ആ റെസിസ്റ്റൻസ് ഡയറക്ട്ലി ആ സ്കെയിലിൽ നിന്ന് വായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈവൻ ദോ ആ മൂവ്മെന്റ് കറണ്ടിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിലും ആ റീഡിങ് കാണിക്കുന്നത് റെസിസ്റ്റൻസ് ആയിട്ടാണ്. ഓക്കെ, now let us actually look at ആ ഒരു സീരീസ് ടൈപ്പ് ഓം മീറ്റർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ സീരീസ് ടൈപ്പില് ഈ അൺനോൺ റെസിസ്റ്റൻസിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻ സീരീസ് വിത്ത് ദ മീറ്റർ മൂവ്മെന്റ്. മീറ്റർ മൂവ്മെന്റ് മാത്രമല്ല, ഇന്റേണൽ ബാറ്ററിയുമായിട്ടും അത് സീരീസിലാണ് അതിന്റെ ആ ഒരു കണക്ഷൻ വരിക. അപ്പോൾ ഈ കറണ്ട് ഇന്റേണൽ ബാറ്ററിയിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. ഇന്റേണൽ ബാറ്ററി, മീറ്റർ മൂവ്മെന്റ് ആൻഡ് അൺനോൺ റെസിസ്റ്റൻസ് അവിടെ ആ ഒരു സീരീസ് അറേഞ്ച്മെന്റിൽ വരുന്നത്. അപ്പൊ അത് ആ സീരീസിൽ വരുന്നത് കൊണ്ടാണ് ഈ മൂന്നിലൂടെയും ഈ കറണ്ട് പാസ് ചെയ്യുന്നത്.
ഇനി ഇതിന്റെ ഷോർട്ട് സർക്യൂട്ടഡ് ടെസ്റ്റ് ടെർമിനൽസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ടെസ്റ്റ് ടെർമിനൽസ് വൈ ആർ ദേ ഷോർട്ട് സർക്യൂട്ടഡ്, അല്ലെങ്കിൽ ലെറ്റ് us see എന്താണ് സംഭവിക്കുന്നത് ആ ടെസ്റ്റ് ടെർമിനൽസിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ടെസ്റ്റ് ടെർമിനൽസ് എടുത്ത് നമ്മൾ അതിനെ കൂട്ടിമുട്ടിക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അവിടെ 0 ആവുകയാണ്. അപ്പോ അതിനെ നമ്മൾ 0 ഓം എന്ന് അതിനെ നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പോ ആ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആകുമ്പോ എന്താ സംഭവിക്കുന്നത്? മാക്സിമം കറണ്ട് ആ മീറ്ററിലൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു പോയിന്റർ ഫുൾ ഡിഫ്ലക്ഷൻ അവിടെ കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഫുൾ സ്കെയിൽ പൊസിഷനെയാണ് 0 ഓം എന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ഇസ് 0 ഓം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആ ഒരു മീറ്ററിന്റെ ഫുൾ സ്കെയിൽ പൊസിഷൻ ആണ് 0 ഓം എന്നുള്ളത്. ഇനി ആ ഒരു ഓപ്പൺ ടെസ്റ്റ് ടെർമിനൽസ് ആണെങ്കിൽ അവിടെ വരുന്നതോ? അപ്പൊ ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഷോർട്ട് സർക്യൂട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അല്ലെ? അപ്പൊ ടെസ്റ്റ് ടെർമിനൽസ് ഓപ്പൺ ആകുമ്പോ ആ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അവിടെ ഇൻഫിനിറ്റ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ ആ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആകുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? നോ കറണ്ട് ഇസ് ഫ്ലോയിങ് എന്നുള്ളതാണ്. അപ്പൊ പോയിന്റർ ആ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ തന്നെ നിൽക്കും. ഈ ഇനിഷ്യൽ പൊസിഷൻ ഇസ് മാർക്ഡ് ആസ് ഇൻഫിനിറ്റി, അല്ലെ? നമ്മൾ ഇൻഫിനിറ്റിയുടെ സിമ്പിൾ എന്താണ്? ആ ഒരു എന്താ പറയണ്ട 8നെ നമ്മൾ തിരിച്ചെഴുതുന്നത് ഏകദേശം ഇതേപോലെ വരും. ഇത് ഞാൻ എഴുതിയത് മൗസ് കൊണ്ടായതുകൊണ്ട് ക്ലിയർ ആയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ലെറ്റ് us look at the scale position in series type ohm meter. സ്കെയിലിന്റെ പൊസിഷൻസ് ആണ് നമ്മൾ ഇവിടെ ഈ നോക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻസ് നമ്മൾ ഓർത്ത് വെച്ചോളണം എന്നുള്ളതാണ്. ഇത് ആണ് 0 ഓം എന്ന് കാണിക്കുന്നത്. ആൻഡ് ഈ 0 ഓം എവിടെയാണ് വരുന്നത്? ആ ഒരു സ്കെയിലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് വരുന്നത് ഇൻഫിനിറ്റി ആണ്. ആ ഒരു ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ആണ്. ഇത് എവിടെയാണ് വരുന്നത്? ആ സ്കെയിലിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ. കാരണം എന്താണ്? ആ ലെഫ്റ്റ് ഹാൻഡിലാണ് അതിന്റെ റെസ്റ്റിംഗ് പൊസിഷൻ വരുന്നത്. അവിടെ നിന്ന് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ്, ഇറ്റ് ഡിഫ്ലെക്ട്സ് ടുവേർഡ്സ് ദ റൈറ്റ് എന്നുള്ളതാണ്. അപ്പോ ഒരു സീരീസ് ടൈപ്പ് ഓം മീറ്ററിൽ ആ ഒരു ഓം 0 ഇസ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് ഇൻഫിനിറ്റി ഇസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. കാരണം എന്താ? ആ സമയത്ത് ഷോർട്ട് സർക്യൂട്ടഡ് അല്ല, ആ സമയത്ത് അത് ഓപ്പൺ ആണ് എന്നുള്ളത്. ഇനി ഈ ഒരു സ്കെയിലിന്റെ നേച്ചർ നമുക്കൊന്ന് നോക്കാനാണെന്നുണ്ടെങ്കിലോ, അതായത് ഈ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഒരു സീരീസ് ടൈപ്പ് ഓം മീറ്റർ, അത് നോൺ ലീനിയർ ആണ് അതിന്റെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അത് നോൺ ലീനിയർ ആകുന്നത്? കാരണം കറണ്ട് ഇവിടെ ആ ഒരു റെസിസ്റ്റൻസുമായിട്ട് ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് അവിടെ വരിക. അതിന്റെ അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് ചേഞ്ച് ആകുമ്പോ ആ കറണ്ട് അതിന്റെ ഓപ്പോസിറ്റ് മാനറിൽ ചേഞ്ച് ആകും എന്നുള്ളതാണ്. അപ്പൊ സ്കെയില് ഈവൻലി ഡിവൈഡഡ് അല്ല, അത് നോൺ ലീനിയർ ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെച്ചോളൂ. ഇനി ഷണ്ട് ടൈപ്പ് ഓം മീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ എന്ന് പറയുന്നത്? അവിടെ അതായത് ഈ ടൈപ്പില് അൺനോൺ റെസിസ്റ്റൻസിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻ പാരലൽ വിത്ത് ദ മീറ്റർ മൂവ്മെന്റ്. അപ്പൊ അൺനോൺ റെസിസ്റ്റൻസിന്റെ കണക്ഷൻ ഇവിടെ ഇസ് ഇൻ പാരലൽ വിത്ത് ദ മീറ്റർ മൂവ്മെന്റ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓം മീറ്റർ കുറെ കൂടെ സൂട്ടബിൾ ആകുന്നത് നമുക്ക് ലോ റെസിസ്റ്റൻസസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി കുറെ കൂടെ സൂട്ടബിൾ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഷണ്ട് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൺനോൺ റെസിസ്റ്റൻസസ് ഇൻ പാരലൽ വിത്ത് ദ മീറ്റർ മൂവ്മെന്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഷണ്ട് ടൈപ്പില് കറണ്ട് ഫ്ലോ എങ്ങനെയാണ് ശരിക്കും അവിടെ വരിക? അതായത് ഒരു അൺനോൺ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു അൺനോൺ റെസിസ്റ്റൻസ് വളരെ ലോ ആകുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. കാരണം റെസിസ്റ്റൻസ് അവിടെ ലോ ആണ്, അപ്പൊ കൂടുതൽ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യും. അതുകൊണ്ട് ലെസ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ മീറ്റർ. കൂടുതൽ കറണ്ട് ലോ റെസിസ്റ്റൻസിലൂടെ പോകുമ്പോൾ മീറ്ററിലൂടെ പോകുന്ന കറണ്ട് കുറവായിരിക്കും. നേരെ മറിച്ച് അൺനോൺ റെസിസ്റ്റൻസ് ഹൈ ആകുമ്പോഴോ more current will flow through the meter. അപ്പോ ആ ഒരു കറണ്ടിന്റെ ഡിവിഷൻ ഇവിടെ ഇപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നല്ലോ. ഈ ഡിവിഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ദ അൺനോൺ റെസിസ്റ്റൻസ്. ആ അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കൂടുതൽ കറണ്ട് ഏതിലേക്കൂടെ പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി ഈ ഓം മീറ്ററിന്റെ 0 അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അപ്പോ
ആ ഒരു ഇന്റേണൽ ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞു വരും. അത് ഉപയോഗിക്കുന്ന അനുസരിച്ച്, കാലപ്പഴക്കം ചെല്ലുന്ന അനുസരിച്ച് ആ ഒരു ഇന്റേണൽ ബാറ്ററി അതിനകത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതിന്റെ വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് ആ മീറ്ററിലൂടെ ഓടുന്ന കറണ്ട് ഫ്ലോയിനെയും അത് സ്വാധീനിക്കും, അല്ലെങ്കിൽ അത് എഫക്റ്റഡ് ആകും. അപ്പൊ മീറ്ററിലെ കറണ്ട് എഫക്റ്റഡ് ആവുകയാണെങ്കിൽ ആ ഒരു റീഡിംഗ് തന്നെ അവിടെ ഇൻകറക്റ്റ് ആകും എന്നുള്ളതാണ്. അപ്പോ സീറോ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും ടു കോമ്പൻസേറ്റ് ഫോർ ദ ചേഞ്ചസ് ഇൻ ബാറ്ററി വോൾട്ടേജ്. ആ ബാറ്ററി വോൾട്ടേജിൽ വരുന്ന ചേഞ്ചസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനാണ് ഈ സീറോ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ വേണ്ടി വരിക. ഇനി ഇതിന് എന്താണ് ആ ഒരു സീറോ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രൊസീജിയർ, നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സീറോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്? അപ്പം ഓമീറ്ററിൽ തന്നെ ഒരു സീറോ അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മെഷർമെന്റ് എടുക്കുന്നതിന് മുന്നേ ആ ടെസ്റ്റിന്റെ ലീഡ്സ് നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോ ആ ഒരു സീറോ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉണ്ട്, ആ ഒരു നോബായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ആ നോബിനെ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് ആ പോയിന്ററിനെ 0 ohmsൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ കറക്റ്റ് പ്രൊസീജിയർ എന്താണ്? ആദ്യം ആ ലീഡ്സ് എടുത്ത് നമ്മൾ ഷോർട്ട് ചെയ്യണം, എന്നിട്ട് ആ നോബിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ പോയിന്റർ 0 ohmsൽ എത്തത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. 0 ohm എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്, അല്ല റൈറ്റ് ഹാൻഡ് സൈഡിലാണ് 0 ohm വരുന്നത്, അല്ലെ? ഇൻഫിനിറ്റി ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഓമീറ്റർ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. പ്രിക്കോഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം യൂസ് ഓൺലി ഡി എനർജൈസ്ഡ് സർക്യൂട്ട് എന്നാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഇവിടെ. അപ്പോൾ ഒരു ഓമീറ്ററിനകത്ത് നമ്മൾ എപ്പോഴും ഡി എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഉപയോഗിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ആ സർക്യൂട്ട് ലൈവ് ആയിരിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതൊരു ലൈവ് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യരുത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വോൾട്ടേജിന് എന്താ പറയണ്ടേ, ആ ഒരു മീറ്ററിനെ തകരാറിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് വിൽ ഡാമേജ് ദ മീറ്റർ. അങ്ങനെ മീറ്റർ തകരാറായി കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള റീഡിങ്സ് അവിടെ വരും. അപ്പൊ ആദ്യത്തെ സേഫ്റ്റി പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസ് ആൻ ഓമീറ്റർ ഓൺലി ഓൺ എ ഡി എനർജൈസ്ഡ് സർക്യൂട്ട്. ഓക്കെ, അടുത്തത് ആ ഒരു ഐസൊലേഷൻ ഓഫ് കമ്പോണന്റ് ആണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അപ്പം ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കമ്പോണന്റ് ഉണ്ടല്ലോ, അണ്ടർ ടെസ്റ്റ് നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കമ്പോണന്റ് ഷുഡ് പ്രിഫറബിളി ബി ഐസൊലേറ്റഡ് ഫ്രം ദ സർക്യൂട്ട്. അത് സർക്യൂട്ടിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് ഒരു ഉപയോഗമുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം പാരലൽ ആയിട്ടുള്ള പാത്സ് ആണ് ആ ഒരു സർക്യൂട്ടിലുള്ളത്, അല്ലെ? ആൻഡ് ഇത് ആ ഒരു മെഷേർഡ് റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യും നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്തില്ല എങ്കിൽ. അപ്പോ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് റീഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ആ ഒരു നമ്മൾ ഏതാണോ മെഷർ ചെയ്യുന്ന ആ ഒരു കമ്പോണന്റ് ദാറ്റ് ഷുഡ് പ്രിഫറബിളി ബി ഐസൊലേറ്റഡ് ഫ്രം ദ സർക്യൂട്ട്. ആ ഒരു മെഷർമെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത് ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ഓംമീറ്റേഴ്സിന്റെ ഡിസ്കഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എനർജി മീറ്റേഴ്സ് ആണ്. ഇപ്പൊ എനർജി മീറ്റേഴ്സിൽ ആദ്യം ആ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് നമുക്ക് നോക്കാം. So let us look at what is the meaning of energy meter. ഓക്കെ, ഒരു എനർജി മീറ്റർ എന്ന് പറയുന്നത് is again an instrument. അത് ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസപ്ഷൻ അല്ലെങ്കിൽ എന്തുമാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു എന്ന് മെഷർ ചെയ്യുന്നതാണ് ഈ ഒരു എനർജി മീറ്റർ. അപ്പോ ആ ഒരു മെഷർമെന്റ് എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തൊക്കെയാണോ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന സംഗതികൾ, അതാണ് അതിന്റെ ആ ഒരു ലോഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഒരു കാലയളവിലേക്കാണ് ഈ ഒരു മെഷർമെന്റ് അവിടെ ചെയ്യുക. ആൻഡ് നോർമലായിട്ട് ഇതിന് ഉപയോഗിക്കുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇസ് കിലോ വാട്ട് അവർ, KWH, അല്ലെ? ആ കിലോ വാട്ട് അവർ ആണ് ഇതിന് നോർമലായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു യൂണിറ്റ്. ആൻഡ് ഈ ഒരു റിലേഷൻ നമ്മൾ ഓർത്ത് വെച്ചോളുക. 1 kilowatt hour is equal to 1000 watts used for 1 hour. അപ്പൊ ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1000 വാട്ട്സ്. ഒരു മണിക്കൂറിന് 1000 വാട്ട്സ് ഉപയോഗിക്കുമ്പോൾ അത് 1 kilowatt hour ആകും എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ ആ ഒരു കിലോ വാട്ട് അവറിൽ എനർജി കൺസപ്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി പറയുന്നത് എന്താണ്, എന്തുമാത്രം ഇലക്ട്രിക്കൽ എനർജി ആ ഒരു ടൈമിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇനി ഈ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിന്റെ ഉപയോഗങ്ങൾ നമ്മൾ നോക്കിയാൽ, ഒന്ന് നമുക്ക് കാണാം എന്താ പറയേണ്ടത്, നമ്മുടെ ആ ഒരു ഡൊമസ്റ്റിക് യൂസിന് നമ്മുടെ വീടുകളിൽ വരുന്ന ആ മീറ്റേഴ്സ്, അതേപോലെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള AC സപ്ലൈ സിസ്റ്റംസിലും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ വീടുകളിലായിരുന്നാലും കടകൾ, കമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ അവർ AC സപ്ലൈ എന്തുമാത്രം കൊടുത്തു എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റേഴ്സ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു എനർജി മീറ്ററിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്താണ്? അതായത് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റർ എന്ന് പറയുന്നത് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇതിന്റെ പിന്നിലെ ആ ഒരു പ്രിൻസിപ്പിൾ. ഇതാണ് അതിന്റെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇത് AC സപ്ലൈക്ക് വേണ്ടി, ഓൾട്ടർനേറ്റിംഗ് കറന്റിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർത്തു വെക്കുക ഈ ഒരു കാര്യം, അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ഓൺലി വർക്ക്സ് ഓൺ AC എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ആ ഒരു മീറ്ററിന്റെ ഡ്രൈവിംഗ് ടോർക്ക് എങ്ങനെയാണ് ശരിക്കും പ്രൊഡ്യൂസ് ആകുന്നത്, അത് നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് നോക്കി പോകാം. ഇപ്പം മീറ്ററില് 2 ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സസ് ഉണ്ട്. ആൻഡ് ഈ ഫ്ലക്സസ് എന്താ ചെയ്യുന്നത്, എഡി കറൻസിനെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ഒരു വളരെ കനം കുറഞ്ഞ ഒരു അലൂമിനിയം ഡിസ്കില്. അപ്പോ ആ ഒരു ഇന്ററാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടല്ലോ ബിറ്റ്വീൻ ദ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സസ് ആൻഡ് ദ എഡി കറൻസ്. അതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്ററാക്ഷൻ ആണ് ഇവിടെ ഈ ഒരു ഡ്രൈവിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡ്രൈവിംഗ് ടോർക്കാണ് ആ ഒരു അലൂമിനിയം ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെ മീറ്ററിൽ നോക്കിയാൽ നമുക്ക് കാണാം, അത് ആ ഒരു അലൂമിനിയം ഡിസ്ക് ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം, അല്ലെ? അപ്പോ ഈ ഒരു സീക്വൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സസ് ആദ്യം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് എഡി കറൻസ് ആർ ദെൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ അലൂമിനിയം ഡിസ്ക്. അത് രണ്ടും കൂടിയാണ് ആ ഒരു ഡ്രൈവിംഗ് ടോർക്കിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഡ്രൈവിംഗ് ടോർക്കാണ് ആ ഒരു ഡിസ്കിനെ എന്താ പറയേണ്ടത്, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ആ ഒരു ഡിസ്കിന്റെ സ്പീഡും എന്തുമാത്രം എനർജി അവിടെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതും. അപ്പോ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ്. ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് AC ഒക്കെ ഓൺ ആക്കുമ്പോൾ, നമ്മുടെ വീട്ടിലെ എയർ കണ്ടീഷണർ ഉണ്ടല്ലോ, അത് ഓൺ ആക്കിയിട്ട് നമ്മൾ വന്ന് ഈ മീറ്റർ നോക്കിയാൽ മീറ്ററിന്റെ കറക്കത്തിന്റെ വേഗത കൂടും. അപ്പൊ കൂടുതൽ കറണ്ട് അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ പവർ കൺസപ്ഷൻ ചേഞ്ച് ആകുമ്പം അതിന് ആനുപാതികമായിട്ടുള്ള മാറ്റം ഈ ഡിസ്കിന്റെ റൊട്ടേഷൻ സ്പീഡിലും ഉണ്ടാകും. അപ്പോ ഇവിടെ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ്, ആ ഒരു ഡിസ്ക് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ്. അപ്പൊ ഇവിടെ വരുന്ന ആ ഒരു റിലേഷൻ ഇതാണ്, എനർജി കൺസ്യൂംഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ്. നമുക്കറിയാം, സ്പീഡ് കൂടുമ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കൂടും, സ്പീഡ് കുറയുമ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് അവിടെ കുറയും. അപ്പോ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദ ഗ്രേറ്റർ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓഫ് ദ അലൂമിനിയം ഡിസ്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലെറ്റ് us see എന്തുകൊണ്ട് ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റേഴ്സ് AC-യിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, അതായത് AC കറണ്ടിൽ മാത്രമേ അത് വർക്ക് ചെയ്യുന്ന എന്നുള്ളതാണ്. കാരണം ഈ ഒരു മീറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഓൾട്ടർനേറ്റിംഗ് ആകണം. അതാണ് നീഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എന്താ പറയണ്ടേ, ഈ ഒരു മീറ്ററിലെ ആ ഒരു സീരീസ് മാഗ്നറ്റും അതേപോലെ ഷണ്ട് മാഗ്നറ്റും ആണ് ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടക്കൂ.
നമ്മൾ ഒരു ലോഡും കൊടുത്തിട്ടില്ല എങ്കിലും മീറ്റർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോ അത് ഈ കണ്ടിന്യൂസ് ഇൻഡക്ഷൻ അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഉണ്ടാകണം എന്നാണ്. ഇനി ലെറ്റ് us look at the effect of alternating fluxes. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സിനെ ആ ഡിസ്കിന്റെ റൊട്ടേഷനുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതാണല്ലോ ശരിക്കും അതിന്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സസ് എഡി കറന്റിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ആ ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ അലൂമിനിയം ഡിസ്കിൽ, മാഗ്നറ്റിക് അല്ല അലൂമിനിയം ഡിസ്കിൽ. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഫ്ലക്സിന്റെയും എഡി കറന്റിന്റെയും കൂടെ ഇന്ററാക്ഷൻ ആണ് ഇതിന്റെ ഡ്രൈവിംഗ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇതൊന്ന് ടച്ച് അപ്പോൺ ചെയ്ത ഒരു പോയിന്റ് തന്നെയാണ് അല്ലെ. ഈ ഡ്രൈവിംഗ് ടോർക്കാണ് ആ ഒരു ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ആക്ഷൻ ഇസ് ആക്ച്വലി ഡിപ്പെൻഡിങ് ഓൺ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്. അതേപോലെ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡക്ഷൻ അല്ലേ. ആൻഡ് ഈ ഒരു ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ എ സി കറന്റിന് മാത്രമാണ് സൂട്ടബിൾ ആകുന്നത്. സോ ആ ഒരു എ സി സപ്ലൈ ആക്ച്വലി എസെൻഷ്യൽ ആണ് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കണ്ടിന്യൂസ് വർക്കിംഗ് ഓഫ് ദ മീറ്ററിന് വേണ്ടിയിട്ട്. മീറ്റർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് എ സി സപ്ലൈ തന്നെ അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ ഡി സി ആണ് ഇവിടെ കൊടുക്കുന്ന ആ ഒരു കറണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? ഡി സി ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ഡി സി അപ്ലൈ ചെയ്താൽ ഈ ഫ്ലക്സ് അവിടെ അങ്ങ് സ്റ്റഡി ആകും. ആ ഒരു ഇനിഷ്യൽ മൂവ്മെന്റ് ഓഫ് സ്വിച്ചിങ്ങിന് ശേഷം ഫ്ലക്സ് അങ്ങ് സ്റ്റഡി ആകും. അപ്പൊ ഒരു സ്റ്റഡി ഫ്ലക്സിന് കണ്ടിന്യൂസ് ആയിട്ട് എഡി കറണ്ട്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ടോർക്കും അവിടെ പ്രൊഡ്യൂസ്ഡ് ആകില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഡിസ്കിന് കൃത്യമായിട്ടുള്ള റൊട്ടേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദിസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ എന്തുകൊണ്ട് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റേഴ്സ് എ സി കറണ്ടിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് പോയിന്റുകൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഓർത്തു വെക്കുക. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഇൻ എ സി കറന്റ് എന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ ഇതിനെ ഒരു ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്ററുമായിട്ടൊന്ന് കമ്പയർ ചെയ്താലോ. ഒരു ഡൈനാമോ ടൈപ്പ് മീറ്റർ അല്ലെങ്കിൽ ആ ഒരു ഡൈനാമോ മീറ്റർ ടൈപ്പ് നമ്മൾ വാട്ട് മീറ്റർ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് എ സിക്കും ഡി സിക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ്. കാരണം എന്താ, അതിന്റെ ആ ഒരു ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസ് ഓൺ ദി ഇന്ററാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കറന്റ് ക്യാരിങ് കോയിൽസ്. ആ കറന്റ് ക്യാരിങ് കോയിൽസ് ആണ് അവിടെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ അത് ആ ഒരു ഇൻഡക്ഷനിലേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആ ഒരു ഡിസ്കിന്റെ റൊട്ടേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ ഓർത്തു വെച്ചോളുക. ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ എ സിയിൽ മാത്രം വർക്ക് ചെയ്യുന്നു, എന്നാൽ ആ ഒരു ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ നമ്മൾ എ സിക്കും ഡി സിക്കും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നൗ ആ ഒരു എന്താ പറയേണ്ടത്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പിന്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. ആദ്യം വരുന്ന പാർട്ട് അതിന്റെ ഡ്രൈവിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ഡ്രൈവിംഗ് സിസ്റ്റത്തിന് 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് അതിനകത്തുണ്ട്. അത് ഒരു എന്താ പറയേണ്ടത്, ഒരു സീരീസ് മാഗ്നറ്റ് ആണ് ഒന്ന്, മറ്റത് ഷണ്ട് മാഗ്നറ്റ് ആണ് അല്ലെ. ഇങ്ങനെ 2 ടൈപ്പ് പാർട്സ് ആണ് അതിനകത്ത് വരിക. ഈ 2 മാഗ്നറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സീരീസ് മാഗ്നറ്റും ഷണ്ട് മാഗ്നറ്റും എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിന്റെ ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദേ? ഇപ്പൊ സീരീസ് മാഗ്നറ്റ് അത് ലോഡ് കറണ്ട് ക്യാരി ചെയ്യുന്ന മാഗ്നറ്റ് ആണ് സീരീസ് മാഗ്നറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് അതിന്റെ കോയില് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. ആ ലോഡുമായിട്ട് സീരീസിലാണ് അതിന്റെ ആ ഒരു കോയിലിന്റെ കണക്ഷൻ വരുന്നത്. അപ്പൊ ഇത് ലോഡ് എന്താ പറയേണ്ടത്, ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കോയിലിനെ കറണ്ട് കോയിൽ എന്ന് വിളിക്കുന്നു. ഇനി ഷണ്ട് മാഗ്നറ്റോ, ഇറ്റ് ഇസ് കണക്റ്റഡ് അക്രോസ് ദ സപ്ലൈ. ആ സപ്ലൈയിലാണ് ആ ഒരു ഷണ്ട് മാഗ്നറ്റ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ കോയില് ഇറ്റ് ക്യാരീസ് എ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ദ സപ്ലൈ വോൾട്ടേജ്. നമുക്ക് ലൈനിൽ നിന്ന് വരുന്ന ആ ഒരു സപ്ലൈ വോൾട്ടേജ് ഉണ്ടല്ലോ, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അതിന് വിളിക്കുന്ന പേരാണ് പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓർക്കുക,
സീരീസ് മാഗ്നറ്റിന് കറണ്ട് കോയിൽ ആണുള്ളത് ആൻഡ് ഷണ്ട് മാഗ്നറ്റിന് പ്രഷർ കോയിൽ അല്ലെങ്കിൽ ആ ഒരു വോൾട്ടേജ് കോയിൽ ആണ് ഉള്ളത്. ഇനി ഇതിന് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രേക്കിംഗ് സിസ്റ്റത്തില് ഉള്ളത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ആൻഡ് ഈ പെർമനന്റ് മാഗ്നറ്റ് വെച്ചിരിക്കുന്ന അതിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇസ് നിയർ ദ എഡ്ജ് ഓഫ് ദ അലുമിനിയം ഡിസ്ക്. ആ ഒരു അലുമിനിയം ഡിസ്കിന്റെ എഡ്ജിനോട് അടുപ്പിച്ചാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോ ആ ഒരു ഡിസ്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണല്ലോ അത് എന്താ പറയേണ്ടത്, ആ ഒരു ഡിസ്കിന്റെ റൊട്ടേഷൻ നടക്കുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലും. ഓക്കെ, അപ്പോ actually what happens is as the disk rotates through the magnetic field, ഈ ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പം എഡി കറൻസ് ആ ഒരു ഡിസ്കിൽ ഇൻഡ്യൂസ്ഡ് ആകുന്നു. അപ്പോ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റവും ഉപയോഗിക്കുന്നത് എഡി കറൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഡിസ്കിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുക, അതാണ് അതിന്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ദേ ഷുഡ് ഓൾസോ ബി എ ബ്രേക്കിംഗ് ടോർക്ക് അല്ലെ. അപ്പോ ലെൻസസ് ലോ അനുസരിച്ച് എഡി കറൻസ് ഒപ്പോസ് ദ മോഷൻസ് ദാറ്റ് പ്രൊഡ്യൂസ് ദം. നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് എഡി കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോഷൻ ഉണ്ടല്ലോ, ആ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന സ്വഭാവം എഡി കറൻസിനുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എഡി കറൻസ് ആക്ച്വലി ഒപ്പോസ് ദ മോഷൻ ഓഫ് ദ റൊട്ടേറ്റിംഗ് ഡിസ്ക്. ആ ഒരു ഡിസ്കിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എഡി കറന്റ് ഇവിടെ. അപ്പൊ ഈ ഒപ്പോസിങ് ഫോഴ്സ് ആണ് അവിടെ ആ ഒരു ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്രേക്കിംഗ് ടോർക്ക് ഇസ് അഗെയിൻ പ്രൊഡ്യൂസ് ബിക്കോസ് എഡി കറൻസ് ഒപ്പോസ് ദ മോഷൻ ഓഫ് ദ ഡിസ്ക്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള മറ്റൊരു പാർട്ടാണ് ആ ഒരു രജിസ്റ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? രജിസ്റ്ററിംഗ് സിസ്റ്റം റെക്കോർഡ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓഫ് ദി അലൂമിനിയം ഡിസ്ക്. അപ്പോ ഈ രജിസ്റ്ററിംഗ് സിസ്റ്റത്തിലൂടെ ആ ഒരു ടോട്ടൽ റെവല്യൂഷൻസ് അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഇസ് എ ഗിയർ ദാറ്റ് ആക്ച്വലി കണക്ട്സ് ദ സ്പിൻഡിൽ ഓഫ് ദ ഡിസ്ക്. അതിന്റെ ആ ഒരു ഡയൽസിലോട്ട്, ഈ ഡയലില് ന്യൂമറിക്കൽ കൗണ്ടേഴ്സ് ഉണ്ട്. അതാണ് ആ നമ്പേഴ്സ് അവിടെ ഇരുന്ന് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സിസ്റ്റമാണ് ശരിക്കും ആ ഒരു ഡിസ്കിന്റെ റൊട്ടേഷനെ ആ ഒരു കിലോ വാട്ട് അവർ റീഡിങ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് വായിക്കാനായിട്ട് സാധിക്കുന്നു. Now let us understand what is the meter constant. Meter constantന്റെ മീനിങ് എന്താണ്? Meter constant is the number of revolutions made by the disk per unit energy consumed. അപ്പൊ ഇത് ആ ഒരു മീറ്ററിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് അതിനകത്ത് ഇൻബിൽറ്റ് ആണ്. കാരണം ഇത്ര റൊട്ടേഷൻസ് ഉണ്ടാകുമ്പോ ഇത്ര യൂണിറ്റ് അത് കൺസ്യൂം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് ഈ മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, മെയ്ഡ് ബൈ ദ ഡിസ്ക്. ആ ഡിസ്ക് നടത്തുന്ന നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ യൂണിറ്റ് എനർജി. അപ്പോ ഇത്ര റൊട്ടേഷൻസ് പോകുമ്പോഴാണ് ആ ഒരു യൂണിറ്റ് നമ്പർ ഇൻ എഫക്റ്റ് അവിടെ മാറുക. യൂഷ്വലി അതിനെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ. അപ്പൊ എത്ര റൗണ്ട് പോകുമ്പോഴാണ് നോക്ക്, ഈ കറങ്ങുന്നത് ലോഡ് അനുസരിച്ച് അതിന്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യാം. സ്പീഡ് കൂടിയാലും കുറഞ്ഞാലും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് കഴിയുമ്പോഴാണ് ആ ഒരു കിലോ വാട്ട് അവർ അതിനകത്ത് രജിസ്റ്റർ ആകുന്നത്. അപ്പൊ ഈ മീറ്റർ കോൺസ്റ്റന്റ് ആക്ച്വലി ടെൽസ് us എത്ര റെവല്യൂഷൻസ്, ആ ഡിസ്കിന്റെ എത്ര റെവല്യൂഷൻസ് വേണം ഒരു യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂംഡ് ആയിട്ട് അതിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മറ്റൊരു കോൺസെപ്റ്റ്, ഈ ഒരു വേർഡ് ഓർത്ത് വെച്ചോളുക. ക്രീപ്പിംഗ് എന്താണ് ഈ ഒരു എനർജി മീറ്റേഴ്സിന്? ഓക്കെ, അപ്പൊ ക്രീപ്പിംഗ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം സ്ലോ റൊട്ടേഷൻ ഓഫ് ദി അലൂമിനിയം ഡിസ്ക് ആണ്. ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ആ ഒരു പ്രഷർ കോയിൽ എനർജൈസ്ഡ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് ലോഡ് ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോ ഒരു നോ ലോഡ് കണ്ടീഷനില് ഐഡിയലി ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം അവർ ആ എനർജി ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം അത് മീറ്റർ റീഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വളരെ സ്ലോയില് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോഡ് ഇല്ലാത്ത കണ്ടീഷനിൽ വളരെ സ്ലോയില് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഈ ഒരു ക്രീപ്പിംഗ് ഉണ്ടാകാനായിട്ട്? ക്രീപ്പിംഗ് ഒരു പക്ഷേ ഒരു
ആ ഫ്രിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓവർ കോമ്പൻസേഷൻ വരുമ്പോഴും ഈ ക്രീപ്പിംഗ് ഉണ്ടാകാം. എക്സസീവ് സപ്ലൈ ഓഫ് വോൾട്ടേജ് വരുമ്പം ക്രീപ്പിംഗ് ഉണ്ടാകാം. വൈബ്രേഷൻസ് അല്ലെങ്കിൽ സ്ട്രേ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് അവിടെ ഉണ്ടെങ്കിലും ഈ ക്രീപ്പിംഗ് സംഭവിക്കാം. അപ്പോ ക്രീപ്പിംഗ് ഈസ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് അൺവാണ്ടഡ് കണ്ടീഷൻസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ദാറ്റ് പ്രൊഡ്യൂസ് സ്ലോ ഡിസ്ക് റൊട്ടേഷൻ. അതിനകത്ത് ഒരു ലോഡും ഇല്ലാത്തപ്പം ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഇപ്പൊ ക്രീപ്പിംഗ് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോ 2 ചെറിയ ഹോൾസ് അല്ലെങ്കിൽ സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഈ മീറ്ററിൽ. ദേ ആർ പ്രൊവൈഡഡ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി അലൂമിനിയം ഡിസ്ക്. ആ അലൂമിനിയം ഡിസ്കിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിൽ 2 ചെറിയ ഹോൾസ് അല്ലെങ്കിൽ 2 സ്ലോട്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾസ് ആക്ച്വലി അവർ എഡി കറന്റിന്റെ പാത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ എഡി കറന്റിന്റെ പാത്ത് അവിടെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ആ കണ്ടിന്യൂസ് റൊട്ടേഷൻ, ആ നോ ലോഡ് കണ്ടീഷനിൽ കണ്ടിന്യൂസ് റൊട്ടേഷൻ അവിടെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കുക, ക്രീപ്പിംഗ് ഇസ് റെഡ്യൂസ്ഡ് ബൈ പ്രൊവൈഡിങ് ഹോൾസ് ഓർ സ്ലോട്ട്സ്. ആ ഡിസ്കിലാണ് ആ ഒരു ഹോൾസ് അല്ലെങ്കിൽ ആ ഒരു സ്ലോട്ട്സ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ടൈപ്പ് മീറ്റേഴ്സിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സും കൂടെ നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എറർ എന്ന് പറയുന്നത് ഇസ് ദ ഫേസ് ആംഗിൾ എറർ. ഫേസ് ആംഗിൾ എറർ. അപ്പോ എന്താണ് ഈ ഒരു ഫേസ് ആംഗിൾ എറർ ഇൻ എനർജി ടൈപ്പ് മീറ്റേഴ്സ് എന്ന് പറയുന്നത്? അപ്പോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷന് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലക്സ് ഉണ്ടല്ലോ, അതായത് ആ ഷണ്ട് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഇറ്റ് ഷുഡ് ലാഗ് ബിഹൈൻഡ് ദ സപ്ലൈ വോൾട്ടേജ്. അപ്രോക്സിമേറ്റ്ലി ഒരു 90 ഡിഗ്രീസിന്റെ ഒരു ലാഗ് ഉണ്ടാകണം ടു ദ സപ്ലൈ വോൾട്ടേജ്. അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഫേസ് ആംഗിൾ എറർ അവിടെ സംഭവിക്കും. ഈ ഫേസ് ആംഗിൾ എറർ ഇസ് മെയിൻലി കണക്റ്റഡ് വിത്ത് ദ ഫേസ് റിലേഷൻ ബിറ്റ്വീൻ ഷണ്ട് മാഗ്നറ്റ് ഫ്ലക്സ് ആൻഡ് സപ്ലൈ വോൾട്ടേജ്. മറ്റൊന്ന് ഫ്രിക്ഷൻ എറർ ആണ്. എന്താണ് ഈ ഫ്രിക്ഷൻ എറർ എന്ന് പറയുന്നത്? അതിന്റെ ബെയറിങ്സിലോ അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്ററിങ് മെക്കാനിസത്തിലോ ആ ഫ്രിക്ഷൻ കൊണ്ട് ഒരു പക്ഷെ അതിന്റെ സ്പീഡ് അവിടെ കുറയാം. അപ്പൊ അത് മൊത്തത്തിൽ ആ സിസ്റ്റത്തിന്റെ സ്പീഡ് അവിടെ പിടിച്ചു കുറയ്ക്കും എന്നുള്ളത്. അപ്പൊ ഈ ഒരു എഫക്റ്റ്, ഈ ഒരു എറർ ഓവർകം ചെയ്യുന്നതിന് ഒരു കോമ്പൻസേഷൻ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രിക്ഷൻ എറർ ഇസ് റിലേറ്റഡ് ടു എന്താ പറയേണ്ടത്? റിഡക്ഷൻ ഓഫ് ദ ഡിസ്കിന്റെ സ്പീഡ്. ഡിസ്കിന്റെ സ്പീഡ് അവിടെ കുറയും. കാരണം ആ ഡിസ്കിൽ കണക്റ്റഡ് ആണല്ലോ ആ ഒരു രജിസ്റ്ററിംഗ് മീറ്ററും ആ നമ്പറിംഗ് സിസ്റ്റവും ഒക്കെ. അപ്പൊ അതിന്റെ ഫ്രിക്ഷൻ മുഖാന്തരം അത് ഹെവി ആയി പോയി കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ആ ഒരു ഡിസ്കിന്റെ റൊട്ടേഷനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റ് ഒരു എറർ എന്ന് പറയുന്നത് ഇസ് ദ ഫ്രീക്വൻസി എറർ. അപ്പൊ ഇതിനകത്ത് ആ ഒരു സപ്ലൈയുടെ ഫ്രീക്വൻസി മാറുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ടൻസിനെയും ഫ്ലക്സ് കണ്ടീഷൻസിനെയും അത് എഫക്ട് ചെയ്യും. അപ്പോ ഇങ്ങനെ വരുന്ന ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ശരിക്കും ആ ഒരു മീറ്റർ റീഡിങ്ങിൽ തന്നെ ഒരു എറർ അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഫ്രീക്വൻസി എറർ കോസ് ചെയ്യുന്നത് ആ ഒരു സപ്ലൈ ഫ്രീക്വൻസിയുടെ ചേഞ്ചസിലൂടെയാണ് ഫ്രീക്വൻസി എറർ ഉണ്ടാകുന്നത്. അതേപോലെ ടെമ്പറേച്ചർ എററും ഇതിനകത്തുണ്ടാകാം. ടെമ്പറേച്ചർ എറർ ആക്ച്വലി അതിന്റെ റെസിസ്റ്റൻസിനെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെയും അത് എഫക്ട് ചെയ്യും. അപ്പോ റെസിസ്റ്റൻസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും മാറുന്നതനുസരിച്ച് ആ ഒരു മീറ്ററിന്റെ ആക്യുറസിയും അത് സ്വാധീനിക്കും എന്നുള്ളത്. ഓക്കെ, അതേപോലെ ഓവർലോഡ് എറർ ഇവിടെ വരാം. എന്താണ് ഓവർലോഡ് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി ലോഡ്സ്, വലിയ ലോഡുകളാണ് ഓവർലോഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ മാഗ്നറ്റിക് സാച്ചുറേഷൻ ഉണ്ടാകും. അതേപോലെ മെക്കാനിക്കൽ എററുകളും ഓവർലോഡ് മുഖാന്തരം അവിടെ വരാം. ആൻഡ് ദീസ് എഫക്ട്സ് മേ കോസ് ദ മീറ്റർ ടു റെക്കോർഡ് ഇനാക്യുറേറ്റ്ലി. അപ്പൊ ഇതും ഇനാക്യുറേറ്റ് റീഡിങ്സ് അവിടെ കാണിക്കാം. അപ്പൊ ഓവർലോഡ് എറർ ഉണ്ടാകുന്ന എപ്പോഴാണ്? അവര് ഹെവി ലോഡ് കണ്ടീഷൻസിലാണ്, ഒത്തിരി അധികം ലോഡ് ഉപയോഗിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഇത് സംഭവിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റേഴ്സിന്റെ ഡിസ്കഷൻ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ട് മീറ്റേഴ്സും കൂടെ മാത്രമാണ് ഈ പാർട്ട് ബിയിൽ ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ. അത് നമുക്ക് അടുത്ത ലെസണിൽ ചെയ്യാം. So thank you very much for watching this lesson and you have an excellent day ahead. See you in the next class.